നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുനിയത്ത് അബുൽ ഖാസിം എന്നായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസമ്മൗ ബിസ്മി വലാ തക്തനു ബികുനിയതി. നിങ്ങൾ എന്റെ പേര് സ്വീകരിക്കുക, നിങ്ങൾ എന്റെ പേര് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക, എന്നാൽ എന്റെ കുനിയത്ത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് മുഹമ്മദ് എന്ന പേര് വർദ്ധിപ്പിക്കുക എന്നത് മുസ്തഹബാണ്, സുന്നത്താണ് മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിടുക എന്നത്. എന്നാൽ എന്റെ കുനിയത്തൂടെ നിങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുക. രണ്ട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർക്ക് അതിലുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ വിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് സ്വീകരിക്കരുത് എന്ന കാര്യം അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്ന കുനിയത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും സ്വീകരിക്കരുത്. ഈ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ അബുൽ ഖാസിം എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ. മറ്റൊരു അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അവിടുത്തെ കുനിയത്തും ഒരുപോലെ സ്വീകരിക്കരുത്. അയാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടാവുകയും അതോടൊപ്പം അബുൽ ഖാസിം എന്ന കുനിയത്തുണ്ടാവുകയും ചെയ്യരുത്. ഈ രണ്ട് അഭിപ്രായങ്ങളും ഏതാണ്ട് പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ അവൻ അബുൽ ഖാസിം എന്ന് കുനിയത്ത് സ്വീകരിക്കുന്നത് ഒഴിവാക്കട്ടെ, മറ്റു വല്ല കുനിയത്തും സ്വീകരിക്കട്ടെ. അതല്ലെങ്കിൽ അബുൽ ഖാസിം എന്ന് കുനിയത്തുണ്ടെങ്കിൽ മുഹമ്മദ് എന്ന പേര് മാറ്റട്ടെ. അപ്പോൾ ഇത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്ത് പറഞ്ഞു. ശരി, അവിടുന്ന് ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് യതീമായി കൊണ്ടാണ്, അവിടുത്തെ പിതാവ് മരണപ്പെട്ട നിലയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ശേഷം അവിടുത്തേക്ക് ആദ്യമായി മുലപ്പാൽ നൽകിയത് അവിടുത്തെ ഉമ്മയാണ്, ആമിന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ദിവസമാണ് അവർ മുലപ്പാൽ നൽകിയത്. റസൂലുള്ളാഹിയുടെ ഉമ്മ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലപ്പാൽ നൽകിയിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു 7 ദിവസം നൽകിയിട്ടുണ്ട്. ദിവസങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ റസൂലുള്ളാഹിക്ക് മുലപ്പാൽ നൽകിയത്. പിന്നീട് അബൂലഹബിന്റെ അടിമയായിരുന്ന സുവൈബ എന്ന സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു ദിവസങ്ങൾ മുലപ്പാൽ നൽകിയിട്ടുണ്ട്, കുറച്ചു ദിവസങ്ങൾ. പിന്നീട് അറബികളുടെ അക്കാലഘട്ടത്തിലെ പൊതുശീലമായിരുന്നു, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറാബികൾക്കിടയിൽ നിന്ന് ആരെയെങ്കിലും കണ്ടെത്തി അവർക്കിടയിൽ മുല കൊടുക്കാൻ വേണ്ടി കുട്ടിയെ പറഞ്ഞയക്കുക എന്നത്. കുട്ടികളെ അറാബികൾക്കിടയിൽ വളർത്തുക എന്നത് അന്ന് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ശീലമായിരുന്നു. അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അറബികൾ അങ്ങനെ ചെയ്യാൻ കാരണം. ഒന്ന്, അറാബികൾ ഏറ്റവും ശുദ്ധമായ ഭാഷയുള്ള ആളുകളാണ്. അറബി ഭാഷ അത് ഏറ്റവും ശുദ്ധമായി നിലനിന്നിരുന്നത് അറാബികൾക്കിടയിലാണ്. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറബി ഭാഷയിൽ അറിയപ്പെട്ട ഇമാമുമാർ അവർ ഭാഷ പഠിക്കുന്നതിനു വേണ്ടി 30-40 വർഷം അറാബികൾക്കിടയിൽ പോയി ജീവിച്ചത് കാണാൻ സാധിക്കും. ഭാഷ പഠിക്കാൻ വേണ്ടി. ഭാഷ ഏറ്റവും ശുദ്ധമായി നിലനിന്നിരുന്നത് അവർക്കിടയിലാണ്. കാരണം അവർക്ക് പട്ടണക്കാരുമായി കൂടിക്കലരില്ല, മറ്റു ഭാഷക്കാരുമായി അവർ കൂടിക്കലരില്ല. അവരുടെ ഭാഷ ഏറ്റവും ശുദ്ധമാണ്. അപ്പൊ അറബികൾ അവരുടെ മക്കളെ അവരുടെ ഭാഷ ഏറ്റവും ശുദ്ധമാക്കുന്നതിനു വേണ്ടി അറാബികൾക്കിടയിൽ വളർത്താൻ വിടാറുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാരണം, പട്ടണങ്ങളിൽ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്രാമങ്ങളിൽ കുട്ടികൾ വളരുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നതുകൊണ്ട് കുട്ടികളെ അവർ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ കാരണം, അത് നമ്മൾ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം തന്നെയാണ്. മൂന്നാമത്തെ കാരണം,
കുട്ടികൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനു വേണ്ടി എല്ലാ കാര്യവും വാപ്പയും വായിൽ വെച്ചു കൊടുക്കുന്ന അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നതിനു വേണ്ടി രക്ഷിതാക്കളിൽ പലരും തങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് അറാബികൾക്കിടയിൽ പറഞ്ഞയക്കും. സ്വന്തം വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ വാപ്പയമ്മയും കുട്ടിക്ക് അറിഞ്ഞ അപ്പ സാധനം കൊണ്ടുകൊടുക്കും, അപ്പോ വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ മറ്റാളുകൾക്കിടയിൽ വളർന്നാൽ കുട്ടി ജീവിതം പഠിക്കും. ഇത് ഈ വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കാണാം. നിങ്ങൾ പ്രയാസത്തിൽ ജീവിക്കാൻ പഠിക്കണം. വഇയ്യാകും വത്തനഉം, അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അതെന്തുണ്ടാക്കുക? ഇന്ന് കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങളിൽ ഒരേയൊരു കാരണം, എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ ചോദിച്ചാൽ ഉടനെ വാങ്ങിച്ചു കൊടുക്കും. ജീവിതത്തിൽ ആ കുട്ടി ഒരു പ്രയാസമോ ഒരു വേദനയോ അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം ആ കുട്ടി പനിച്ചു നിന്നിട്ടുണ്ടാവില്ല. പനിന്റെ തുടങ്ങുമ്പോഴത്തേക്ക് പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ജീവിതത്തിലെ കുട്ടിക്ക് പനി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ അടുത്തൊരിക്കൽ ഒരു കുട്ടി അവരെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോയി. മഴ പെയ്ത സമയമാണ്. അപ്പൊ റോട്ടില് ചെളിവെള്ളം ഉണ്ട്. അപ്പൊ കുട്ടികൾ ചെളിവെള്ളം കണ്ടപ്പോ അവിടെ ഇങ്ങനെ നിൽക്കാൻ, ഡേട്ടി വാട്ടർ എന്ന് പറഞ്ഞു. ചെളിവെള്ളമാണ്. അവർക്ക് ചവിട്ടാൻ പേടി, ചെളിവെള്ളത്തിൽ ചവിട്ടാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ആ കുട്ടി ചെളിവെള്ളത്തിൽ കാലുകൊണ്ട് ചവിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ആ കുട്ടി നാളെ ജീവിക്കുക? നാളെ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവിതം മാറി മറിഞ്ഞേക്കാം. എല്ലാ കാലത്തും സമ്പത്തിലും സൗകര്യത്തിലും സുഖങ്ങളിലും ജീവിക്കാൻ ഒരു കുട്ടിക്ക് കഴിയില്ല. ഇത് അറബികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കാര്യമായിരുന്നു കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ. കുട്ടികളെ ജീവിതം പഠിപ്പിക്കുക എന്നത് പണിയെടുത്ത് ജീവിപ്പിക്കുക. എല്ലാ കാര്യവും വായിലേക്ക് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളത് വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഇല്ലാത്തൊരവസരം കുട്ടിക്ക് വരാനുണ്ട്. കുട്ടിയോടുള്ള ശരിയായ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട കുട്ടിനെ നല്ലപോലെ വളർത്തിയിട്ടാണ്. എന്തു ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുക, ഒരിക്കൽ പോലും വേദനിപ്പിക്കാതിരിക്കുക എന്നത് ശരിയായ തർബിയത്തല്ല, ശരിയായ വളർത്തലല്ല. ചിലതൊക്കെ കുട്ടിക്ക് കിട്ടാതെ പോണം. ചിലതൊക്കെ കുട്ടി ചില പ്രയാസങ്ങൾ അനുഭവിക്കും. ഒരു വേദന ഒരു കുട്ടി അനുഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ അവൻ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഒരു വേദന അവൻ അനുഭവിക്കാൻ പറ്റില്ല. നാളെ എങ്ങനെയാണ് ഈ കുട്ടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുക, അവരോടൊപ്പം ജീവിക്കുക? അതുകൊണ്ട് ഇന്ന് കാണപ്പെടുന്ന മോശമായ വളർത്തലുകളിൽ പെട്ടതാണ് കുട്ടി എന്തു വെച്ചാലും കൊടുക്കാനുള്ളത്. അതിന് ഏറെക്കുറെ ഇന്ന് ഈ പേഴ്സണാലിറ്റി ക്ലാസ്സുകളും പാരന്റ് കോഴ്സുകൾ, കൗൺസിലിംഗ് ക്ലാസ്സുകളും വലിയൊരു കാരണമാണ്. കുട്ടിക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി കൊടുക്കരുത്, കുട്ടിക്ക് ഇങ്ങനെ നെഗറ്റീവ് എനർജി കൊടുക്കരുത്, കുട്ടി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ജീവിതം എപ്പോഴും ഒരിക്കലും പോസിറ്റീവ് ആയിരിക്കില്ല. എപ്പോഴും അതിൽ ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവുകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് സഹിക്കാനും കുട്ടി പഠിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബികൾക്കിടയിലേക്ക് റസൂലുള്ളാഹി പറഞ്ഞയച്ചതിന് പിന്നിലുള്ള ഹിക്മത്തുകളിൽ ഒന്നായി പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ജീവിതം പഠിക്കാന്നുള്ളതാണ്. പ്രയാസങ്ങളിൽ ജീവിക്കാൻ പഠിക്കുക, സ്വയം കാര്യങ്ങൾ കണ്ടെത്താൻ പഠിക്കുക. അല്ലെ, ചരിത്രം എപ്പോഴും എങ്ങനെയാണ്? എല്ലാ കാലഘട്ടവും നിങ്ങൾ ചരിത്രം എടുത്തു നോക്കും. ഒരു കാലം നിഅമത്തിന്റെ കാലമായിരിക്കും, സുഖങ്ങളുടെ കാലം. പിന്നെ അതില്ലാതെയാകും. എല്ലാ കാലത്തും അതുണ്ടാവും. പിന്നെ കുറച്ചാലും യുദ്ധങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും, അങ്ങനെ ഒരു കാലം എന്തായാലും വരും. പിന്നെ അത് മാറി പിന്നെ നിഅമത്തിന്റെ കാലമാവും. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ആ കാലത്ത് അവരെങ്ങനെ ജീവിക്കും? എന്നും ഏശി ജീവിച്ചവനാണെങ്കിൽ എങ്ങനെയാണ് അവൻ പ്രയാസങ്ങളിൽ ജീവിക്കുക? അതുകൊണ്ട് അറാബികളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചു എന്നത് അറബികൾ ചെയ്തിരുന്ന കാര്യങ്ങളിൽ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. വേദനകൾ പരിശീലിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് വഴികാട്ടുക എന്നത് അതിന്റെ ഹിക്മത്തുകളിൽ പെട്ടതായിരുന്നു. അത് നമ്മളുടെ ഇടയിൽ വളർത്തിയാലും ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ ആ നിലക്ക് അവരെ നമ്മുടെ ഇടയിൽ വളർത്തുമ്പോഴാണെങ്കിലും ചില വേദനകൾ അവർക്ക് ചിലപ്പോൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നിശ്ചയിച്ചിട്ടുള്ളത് സുഖങ്ങളും വേദനകളുമായി കൊണ്ടാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഒരു എളുപ്പം മാത്രമായിട്ട് ജീവിതം ഉണ്ടാവില്ല. കേറ്റുണ്ടാവും, ഇറക്കുണ്ടാവും. ആ ജീവിതം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അത് ഈ സന്ദർഭത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അറാബികൾക്കിടയിലേക്ക് മുല കുടിക്കാൻ പറഞ്ഞയച്ച ഈ സംഭവത്തിന്റെ വിശദീകരണം പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അറാബികൾക്കിടയിൽ
നിന്ന് റസൂലുള്ളാഹിക്ക് മുല കൊടുക്കാൻ പറ്റിയ ആളുകളെ അബ്ദുൽ മുത്തലിബ് അന്വേഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുക്കാൻ അവിടുത്തെ ഏറ്റെടുത്തത് ഹലീമത്തു സഅദിയ എന്ന സ്ത്രീയാണ്. ഹലീമത്തു സഅദിയ അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 വർഷം മുല കൊടുത്തത്. 2 വയസ്സ് തികയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തത് ഹലീമത്തു സഅദിയയാണ്. അവർ തന്നെയാണ് റസൂലുള്ളാഹിയുടെ എളാപ്പയായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിന് മുല കൊടുത്തത്. അതുകൊണ്ട് റസൂലുള്ളാഹിയും ഹംസയും മുലകുടി ബന്ധത്തിൽ സഹോദരങ്ങളാണ്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുലകുടി ബന്ധത്തിൽ സഹോദരങ്ങളാണ്. അതോടൊപ്പം റസൂലുള്ളാഹിയുടെ എളാപ്പ കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ആമിനയുടെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി. ആ സംഭവത്തിൽ അതിൽ ധാരാളം ചരിത്രങ്ങൾ മറ്റും പറയപ്പെട്ടതായി കാണാം. ഉദാഹരണത്തിന് ഹലീമയുടെ വീട്ടിൽ റസൂലുള്ളാഹി വന്നത് മുതൽ ബറക്കത്ത് ധാരാളമായി വർദ്ധിച്ചു. അവർക്ക് മുലപ്പാൽ വളരെ കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചതു മുതൽ അവർക്ക് മുലപ്പാൽ വളരെയധികം വർദ്ധിച്ചു. അവരുടെ വീട്ടിൽ ബറക്കത്തുകൾ വർദ്ധിച്ചു. നാട്ടിൽ പട്ടിണി ഉണ്ടാവുന്ന സമയത്ത് വരെ അവരുടെ ഒട്ടകങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ വയറ് നിറഞ്ഞ് അകിട് നിറഞ്ഞ അവസ്ഥയിൽ തിരിച്ചു വരും. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. അതിൽ ചിലത് സഹീഹാണ്, ചിലത് ദഈഫാണ്. ശരി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വളർന്നു. അവിടുന്ന് മറ്റു കുട്ടികളെക്കാൾ വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് വളർന്നിരുന്നു. റസൂലുള്ളാഹിക്ക് 2 വയസ്സായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ പറഞ്ഞതായി കാണാം, അവിടത്തേക്ക് 4 വയസ്സിന്റെ പ്രായം തോന്നിച്ചിരുന്നു. മാത്രമല്ല അവിടുന്ന് അങ്ങേയറ്റത്തെ പക്വത കാണിച്ചിരുന്നു നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഹലീമ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി നിർത്തി. അങ്ങനെ റസൂലുള്ളാഹിയെ ആമിനയുടെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഹലീമയുടെ മനസ്സിലുള്ള പ്രയാസം ഇനി മുഹമ്മദ് നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹലീമ ആമിനയുടെ അടുക്കൽ പോയി പറഞ്ഞു, ഇപ്പോൾ തന്നെ കുട്ടിയെ നിങ്ങൾ മക്കയിൽ വളർത്തിയാൽ പട്ടണത്തിൽ വളരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയെ ഞങ്ങളോടൊപ്പം പറഞ്ഞയച്ചോളൂ, കുറച്ചു കാലം കൂടി ഞങ്ങളൊപ്പം നിൽക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം എന്ന് ആമിനയോട് ധാരാളമായി ആവശ്യപ്പെട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ കൂടി ഹലീമയോടൊപ്പം പറഞ്ഞയച്ചു. അങ്ങനെ 4 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ അടുക്കലാണ് വളർന്നത്. ഹലീമയുടെ അടുക്കൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമയുടെ കുട്ടിയോടൊപ്പം മകനോടൊപ്പം ആട് മേയ്ക്കാൻ പോകുമായിരുന്നു. മറ്റ് ഹദീസുകളിൽ വന്നതുപോലെ എല്ലാ നബിമാരും ആട് മേയ്ക്കുക എന്ന കാര്യം ചെയ്തിട്ടുണ്ട്. ആട് മേയ്ക്കുക എന്നത് ക്ഷമ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ആട് എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്നിടത്ത് നിൽക്കുന്ന സാധനമല്ല. അതിനെ മെരിക്കുക എന്നുള്ളത് ഒരാളെ ക്ഷമ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അത് എല്ലാ നബിമാരും ചെയ്ത കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ പ്രായത്തിൽ ആടുമേച്ചിരുന്നു. ശരി, അങ്ങനെ റസൂലുള്ളാഹിക്ക് 4 വയസ്സായി. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ഞി പിളർക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഹാദിസത്തു ഷഖ്ഖി സദർ എന്ന പേരിൽ പ്രസിദ്ധമാണ് സീറയുടെ പുസ്തകങ്ങളിൽ ആ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹലീമയുടെ മകനുമായി ആടിനെ മേയ്ക്കുന്നതിനു വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അവർ കുറച്ച് സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണ വിഭവങ്ങൾ എടുത്തിട്ടില്ല എന്ന് അവർ ഓർത്തത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുള്ളവനോട് പറഞ്ഞു, ഞാൻ ആടിനെ നോക്കാം, നീ പോയി വീട്ടിൽ പോയി ഭക്ഷണം എടുത്തു കൊണ്ടുപോയ. അങ്ങനെ ഈ കുട്ടി തിരിച്ചുപോയി. ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി പറയാൻ 2 ആളുകൾ അവർ പക്ഷികളുടെ രൂപത്തിലുണ്ടായിരുന്നു. പരുന്തിന്റെ രൂപത്തിലാണ് അവരെ എനിക്ക് തോന്നിയത്. വെളുത്ത 2 ആളുകൾ അവരിറങ്ങി വന്നു. എന്നിട്ട് അവർ എന്റെ അടുക്കൽ വന്ന് എന്നെ താഴ്ത്തിക്കടത്തി. എന്റെ പെരടി ഭൂമിയിൽ തട്ടുന്ന രൂപത്തിൽ എന്നെ താഴോട്ട് കടത്തി. എന്നിട്ട് അയാൾ മറ്റൊരാളോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് അതിലൊരാൾ ചോദിച്ചു, ഹുവ, ഇദ്ദേഹം തന്നെയാണോ അയാള്? മുഹമ്മദ് തന്നെയല്ലേ ഇത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹുവ, ഇവനാണോ അവൻ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റാൾ പറഞ്ഞു, അതെ, അവനാണ് മുഹമ്മദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മലർത്തിക്കിടത്തുകയും
റസൂലുള്ളാഹിയുടെ വയറ് കീറുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് അവർ പുറത്തെടുത്തു. എന്നിട്ട് ആ ഖൽബ് അവർ തുറക്കുകയും അതിൽ നിന്ന് കറുത്ത നിറമുള്ള 2 ഇറച്ചി കഷ്ണങ്ങൾ അവർ പുറത്തേക്കെടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർ മഞ്ഞിന്റെയും അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് കഴുകി. ഇത് മറ്റു ചില ഹദീസുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് നിന്റെ ശരീരത്തിലുള്ള പിശാചിന്റെ അംശമാണ്. അത് റസൂലുള്ളാഹിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. നബിയുടെ ഖൽബ് ശുദ്ധീകരിച്ചു. ഇത് റസൂലുള്ളാഹിക്ക് 4 വയസ്സുള്ളപ്പോൾ സംഭവിച്ചു എന്നതാണ് മിക്ക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അങ്ങനെ ഈ 2 ആളുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അവിടുത്തെ നെഞ്ഞ് തുന്നിക്കെട്ടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹിയുടെ ഖൽബ് തുന്നിക്കെട്ടിയതിന്റെ അടയാളം ഞാൻ അവിടുത്തെ ശരീരത്തിൽ കണ്ടിട്ടുണ്ട്. നബിയുടെ ഖൽബ് അത് തുറന്ന് എടുത്ത് തുന്നിക്കെട്ടിയതിന്റെ അടയാളം ഞാൻ അവിടുത്തെ ശരീരത്തിൽ കാണാറുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് അവർ ശുദ്ധീകരിച്ചു, അത് തുന്നിക്കെട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഈ സംഭവം അവിടുന്ന് ഉദ്ധരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ആ സന്ദർഭത്തിൽ വഫറഖ്തു ഫർഖൻ ഷദീദൻ, ഞാൻ വളരെയധികം ശക്തമായി പേടിച്ചു. അങ്ങനെ ഈ കുട്ടി തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി താഴത്ത് വീണ് എടുക്കുന്നതാണ് കാണുന്നത്. നബി തിരിച്ചുപോയി ഹലീമയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹലീമ പേടിച്ചു. അവർ വേഗം ഒട്ടകത്ത് പുറത്തു കയറി റസൂലുള്ളാഹിയെയും കൂട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മക്കയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയോട് കാര്യം പറഞ്ഞു. പക്ഷെ അവരുടെ ഉമ്മ പേടിച്ചില്ല. അതിന് കാരണമായത് അവർ റസൂലുള്ളാഹിയെ ഗർഭം ചുമന്ന സമയത്ത് കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം അവർ മുൻപ് കണ്ടിട്ടുണ്ട് എന്നതിനാൽ അവർക്ക് അതൊരു പേടിക്കേണ്ട സംഭവമായി അനുഭവപ്പെട്ടില്ല. എന്തായാലും ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ കാണാം, ഹലീമ എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ എന്ന് സംശയിച്ചു. ഇവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായ, തലക്കെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചതാണോ, ബുദ്ധി എന്തെങ്കിലും തകരാറിലായതാണോ എന്ന് ഹലീമ സംശയിക്കുന്നത് വരെ ഈ സംഭവം കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഈ സംഭവം സ്ഥിരപ്പെട്ട സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് പുറത്തേക്കെടുത്തത് ശുദ്ധീകരിച്ച സംഭവം. റസൂലുള്ളാഹിയുടെ ഖൽബ് 2 തവണ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് നബിക്ക് 4 വയസ്സുള്ള സമയത്ത്, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തുന്ന സന്ദർഭത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു, ഫുരിജ സഖ്ഫു ബൈതി വഅന ബിമക്ക, ഞാൻ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ എന്റെ വീട്ടിന്റെ മേൽക്കൂര ഒരിക്കൽ തുറന്നു. ഫനസല ജിബ്രീൽ, എന്നിട്ട് ജിബ്രീൽ ഇറങ്ങി വന്നു. ഫഫറജ സദ്രി, എന്നിട്ട് എന്റെ ഹൃദയം തുറന്നു. ثم غسله من ماء زمزم, പിന്നെ അത് സംസം വെള്ളം കൊണ്ട് കഴുകി. ثم جاء بطست من ذهب ممتلئ حكمة وإيمانا, പിന്നീട് ഒരു പാത്രം അത് കൊണ്ടുവന്നു. അതിൽ ഹിക്മത്തും ഈമാനും ഉണ്ടായിരുന്നു. അത് എന്റെ ഖൽബിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ നെഞ്ചിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിച്ചു. ثم أطبقه, പിന്നീട് അത് മൂടി. ثم أخذ بيدي, പിന്നെ എന്റെ കൈ പിടിച്ചു. فعرج بي إلى السماء, എന്നിട്ട് ആകാശത്തേക്ക് കയറിപ്പോയി. ഇസ്രാ മിഅ്റാജിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ 2 സംഭവങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അതിന്റേതായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹിയുടെ ഖൽബിൽ നിന്ന് പിശാചിന്റെ ആ അംശം എടുത്തു കളഞ്ഞു എന്നത് റസൂലുള്ളാഹിയുടെ ഖൽബ് ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ വളരാനും പിശാചിന്റെ പ്രേരണകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതമായി നിലകൊള്ളാനും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ റസൂൽ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലായിരുന്നു. ഒരു തിന്മയിലേക്ക് അവിടുന്ന് പോയിട്ടില്ല, ഒരു വൃത്തികേടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി നോക്കിയിട്ടില്ല. അവിടുത്തെ ജീവിതം ഏറ്റവും ശുദ്ധമായ ജീവിതമായിരുന്നു. പിന്നീട് ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ ഖൽബ് വീണ്ടും കഴുകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ, അവിടുത്തെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നതിനു വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു 2ാമത്തെ ഖൽബ് പിളർത്തുന്ന സംഭവത്തിൽ ഉണ്ടായത്.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചെറിയ പ്രായത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം.